പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഇവിടെ അടുത്തായിട്ട് ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ അവിടെ നടക്കാൻ ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. ഒരു ദിവസം രാവിലെ ഒരു 5:30 ആയ സമയത്ത് ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ മുൻപരിചയമുള്ള സ്ഥലമായതുകൊണ്ട് കൂളായിട്ട് ഒരു റൗണ്ട് നടന്നു വരുമ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ മൂലയ്ക്കായിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് നിൽപ്പുണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് തലേദിവസം രാത്രി എപ്പോഴോ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളവും ചെളിയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇതിൽ കൂടെയാണോ ഞാൻ നടന്നു വന്ന്? അറിഞ്ഞതേ ഇല്ലല്ലോ. പക്ഷേ ആ വെളിച്ചത്തിൻ്റെ അവിടെ വന്നപ്പോൾ എൻ്റെ കാൽ വെപ്പ് വളരെ കെയറായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയുണ്ടെന്ന് യേശു കർത്താവ്. ആ യേശു കർത്താവിൻ്റെ വെളിച്ചത്തിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ, ആ വെളിച്ചത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, കളങ്കങ്ങളൊന്നും പറ്റാതെ നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ വെളിച്ചത്തിൽ നകന്നകന്നു പോകുമ്പോഴോ നമ്മൾ തെന്നി വീഴാം, ചെളിവെള്ളം നമ്മുടെ ദേഹത്താകാം, കൈയൊടിയാം, കാലൊടിയാം, മരണം വരെയും സംഭവിക്കാം. അതുപോലെ യേശു കർത്താവിൽ നിന്നും നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മൾക്ക് ആത്മീകമായിട്ട് നമ്മൾ വളരെ അധപതിച്ചേക്കാം. ഒരുപക്ഷെ നമുക്ക് വിശ്വാസത്യാഗം സംഭവിച്ചേക്കാം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എപ്പോഴും എല്ലാ പ്രാവശ്യവും പള്ളിയിൽ പോകും, എല്ലാ സമയവും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, ഇതൊക്കെയും ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടമാണല്ലോ, ദുഃഖമാണല്ലോ, നിരാശയും രോഗവും ബുദ്ധിമുട്ടും കടഭാരവും ഒക്കെ ആണല്ലോ, എന്തിന് ഇത്ര ആത്മാർത്ഥതയൊക്കെ കാണിച്ചിട്ട് ഇതല്ലേ? ഈ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, യേശു കർത്താവാകുന്ന വെളിച്ചത്തിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നകന്നാണ് പോകുന്നത്. എന്നാൽ ആ കർത്താവിനോടുള്ള അദമ്യമായ സ്നേഹവും അടുപ്പവും നമുക്കുണ്ടെങ്കിൽ എന്ത് കഷ്ടം വന്നാലും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് യേശു കർത്താവിന് ഹിതകരമായ, പ്രസാദകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, മാതൃകയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ഒക്കെ നമുക്കിടയാകും. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.